Okay guys, next നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടെക്സ്റ്റ് ടൂൾ ആണ്. ഓക്കെ, സോ ടെക്സ്റ്റ് ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ സെഷൻ നോക്കാം. സോ അത് നിങ്ങൾ മറക്കാതെ ഈ പേജിനെ ഫോളോ ചെയ്തോളൂ. ഫൈൻ, ഫസ്റ്റ് ഞാൻ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണിത്. ജസ്റ്റ് അതിൽ ഞാൻ ഒരു പർട്ടിക്കുലർ റെക്ടാങ്കുലർ ടൂളിനെ ഒന്ന് ഡ്രോ ചെയ്തിട്ട് ഞാൻ അതിന്റെ പുറത്ത് ഒരു കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, യു വോണ്ട് എനി കളർ യു കൻ അപ്ലൈ. ഓക്കെ, അപ്ലൈ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ടൂളാണ് എടുക്കുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് ടൂളിനെ ഫിക്സ് ചെയ്ത് നിങ്ങൾ എന്തൊരു ടൈപ്പ് ചെയ്താലും എന്തൊന്നൊരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്താലും ഇത് കാണില്ല. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഇരിക്കുന്ന സെയിം കളറിലാണ്. സോ ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെളിയിൽ കാണാൻ പറ്റും. സി നൗ യു ക്യാൻ സീ ദാറ്റ്, റൈറ്റ്? അതുപോലെ ജസ്റ്റ് ഇപ്പോൾ അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ആൻഡ് റിമൂവ് ചെയ്യാം. ഇപ്പൊ തിരിച്ച് ഞാൻ ഇന്നൊരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ടെക്സ്റ്റ് കൊണ്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സോ മൈ ലോഗോ. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ നമുക്ക് ഇത് വേറെ വല്ലതും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ആ ടെക്സ്റ്റിന്റെ അകത്ത് നിങ്ങൾ എവിടെയും വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. അതർവൈസ് ടെക്സ്റ്റിന്റെ ഇടയിൽ എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തോളാം. ഓക്കെ, സോ അതുപോലെ തിരിച്ച് ആ പർട്ടിക്കുലർ ടെക്സ്റ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ ആ മൂവ് ടൂൾ യൂസ് ചെയ്ത് ആ ടെക്സ്റ്റിനെ നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ വന്ന് നമുക്ക് ആ ടെക്സ്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഫൈൻ. അതുപോലെ ടെക്സ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു നീഡ് ടു സെലക്ട് ദ ടെക്സ്റ്റ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ചെന്ന് നമുക്ക് എത്ര സൈസാണോ ആവശ്യം ആ സൈസിന് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ ആ ടെക്സ്റ്റ് സ്ട്രോങ് ആണോ ഇല്ലെങ്കിൽ സ്മൂത്ത് ആണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് എനിത്തിങ് ജസ്റ്റ് കൻ ഗിവ് നൺ. അതർവൈസ് ഹിയർ also we can give italic and we can give regular and bold. നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് എ ടെക്സ്റ്റ്. ഓക്കെ, ഈ ടെക്സ്റ്റില് നമുക്ക് ഇന്നും നിറച്ച് എഫക്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഈ ടെക്സ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലെൻഡിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രോക്ക് കാണും. ഓക്കെ, ഈ സ്ട്രോക്ക് ജസ്റ്റ് ഈ സ്ട്രോക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുണ്ടെങ്കിൽ ഈ സ്ട്രോക്കിൽ തന്നെ നമുക്ക് ഈ ഇപ്പൊ എക്സാമ്പിൾ സ്ട്രോക്ക് കളർ ഞാൻ കൊടുത്ത് ബ്ലാക്ക് ആണ്. ഓക്കെ, ഈ ബ്ലാക്കിന് പകരം ഞാൻ ഇപ്പൊ ഒരു യെല്ലോ കൊടുക്കാം. സോ ഇപ്പോ വൈറ്റിന് നമുക്ക് ബ്ലാക്ക് ആണ് സൂട്ടബിൾ ആയി കളർ. സോ അതിന് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തിട്ട് ഇതിന്റെ സൈസിനെ ഇപ്പോ നമ്മൾ കൊടുത്ത ആ സ്ട്രോക്ക് സൈസിനെ ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റിന്റെ സ്ട്രോക്ക് സൈസ് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, സോ അത് ഇൻസൈഡിലുണ്ടെങ്കിൽ ഇൻസൈഡ് കൊടുക്കാം. അതുപോലെ സെന്ററിലാണെന്നുണ്ടെങ്കിൽ സെന്റർ കൊടുക്കാം. സോ ഔട്ട് സൈഡ് ആണെങ്കിൽ ഔട്ട് സൈഡ് കൊടുക്കാം. സോ നമുക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ ഓപ്പോസിറ്റി നമുക്ക് കുറയ്ക്കാൻ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ എഫക്ട് ഒന്ന് നമുക്ക് ടെക്സ്റ്റിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത ഇല്ലെങ്കിൽ വേണ്ട ഇത് നമ്മൾ മ്യൂട്ട് ചെയ്യാം. സോ ഇത് വേണ്ട. സോ ജസ്റ്റ് ഐ എം ക്രിയേറ്റിംഗ് അനദർ ടെക്സ്റ്റ്. സോ ആ ടെക്സ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് സോ ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ഇതിന് വേറൊരു എഫക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഇതിനെ മൈ ഡെമോ ഇതിനെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് അതുപോലെ ഇന്നൊരു ടെക്സ്റ്റ് ഇവിടെ ഉണ്ടാവുന്ന കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനെ മൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടെക്സ്റ്റ് ആയി. ഓക്കെ, ഇപ്പോ 2 ടെക്സ്റ്റ് നമുക്കായി. ഇപ്പൊ ഇതിനെ ഒരു ടെക്സ്റ്റിനെ ഞാനൊരു ബ്ലാക്കിൽ മാറ്റാം. സോ ഇതിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ആ കളർ ഞാൻ കൊടുക്കുന്നത് ബ്ലാക്കിലാണ്. ഓക്കെ, ബ്ലാക്കിൽ കൊടുത്തു. സോ ഇപ്പോ എനിക്ക് ഈ ബ്ലാക്കിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ ജസ്റ്റ് ആ ബ്ലാക്ക് ആണ് ഉയരെ കാണുന്നത്. അപ്പൊ ഈ ബ്ലാക്കിനെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെന്റ് എഫക്റ്റിലായി. ഓക്കെ, ജസ്റ്റ് അതർവൈസ് നമുക്ക് വൈറ്റിനെ നമ്മൾ ഉയരെ കൊണ്ടുവന്നെങ്കിൽ ആ വൈറ്റ് ഉയരെ കാണും, ആ ബ്ലാക്ക് താഴെ പോകും. സോ നമുക്ക് അതിനെ വേറെ ഡിഫറെന്റ് എഫക്റ്റിൽ കൊണ്ടുവരാം. ഇപ്പൊ Ctrl+T പ്രസ് ചെയ്ത് ഇതിനെ ജസ്റ്റ് ഇന്നർ സൈസിൽ ഇൻക്രീസ് ചെയ്യാം. സോ വാട്ട് യു വാണ്ട് യു കൻ ഡു ദാറ്റ് with the effect. ഓക്കെ, അതുപോലെ അതിന്റെ പിറക്കുള്ള ഈ ബ്ലാക്കിന് നമുക്ക് വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കാം. ഓക്കെ, അതുപോലെ അതിന് താഴെ ചരിച്ച് കൊണ്ടുവരാം. സോ നമുക്ക്
സോ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. അത് നമുക്കൊരു ഷാഡോ പോലെ നമുക്കത് ഫീൽ ആവും. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും ടെക്സ്റ്റ് എഫക്റ്റില്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ അതുപോലെ ടെക്സ്റ്റ് എഫക്റ്റില് ഇപ്പൊ നമ്മൾ ഹരിചാൻഡൽ ടൈപ്പ് ടൂളുണ്ട്, അതുപോലെ വെർട്ടിക്കൽ ടൈപ്പ് ടൂളുണ്ട്. അതും സെയിം തന്നെ. അത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ.